മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. മൗലിക ധർമ്മങ്ങളെക്കുറിച്ചുള്ള ഭരണഘടനയിലെ ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഒരു മാൻഡേറ്ററി ആയിട്ടാണ്, ഉത്തരവാദിത്തമാണ്, ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഭാഷയിലാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഓരോ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് പ്രൊട്ടക്റ്റ് മാത്രമല്ല ആൻഡ് ഇംപ്രൂവ്. നമുക്കൊന്ന് വളരെ ലളിതമായിട്ട് ആലോചിച്ചാൽ മതി. നമ്മുടെ ചുറ്റുമുള്ള ഒരു പ്രകൃതിയെ നമ്മൾ എന്തുമാത്രം സംരക്ഷിച്ചു, നമ്മൾ എന്തുമാത്രം പരിരക്ഷിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഒരു വൃക്ഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ മണ്ണിൽ എവിടെയെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വൃക്ഷത്തെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഭൂമി നശിച്ചു പോകാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ അന്യായമായിട്ട് ഈ ഭൂമിയെ ആർത്തിയോടെ ആളുകൾ മാന്തിയെടുക്കുമ്പോൾ അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ കുന്നുകളും നിരത്തി അഗാധമായ ഗർത്തങ്ങളാക്കുന്നതിന് നമുക്ക് നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ അർത്ഥത്തിലും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ മാത്രമല്ല, ഈ പ്രകൃതിയുടെ നമ്മുടെ പൊതുസ്വത്തായിട്ടുള്ള ഈ ഭൂമിയെ, കാരണം നമ്മൾ ഓരോരുത്തരും ഇവിടെ വസിക്കുന്നത് നമ്മൾ പണ്ടൊരിക്കൽ ചിന്തിച്ച മാതിരി ദ സർവീസ് ഈസ് ദ ഓൺലി റെൻറ്റ് ദാറ്റ് വി പേ ഫോർ അവർ ഹോം ഓൺ എർത്ത്. ഈ ഭൂമി എന്ന നമ്മുടെ ഇവിടുത്തെ ഈ താൽക്കാലിക വസതിക്ക് നമ്മൾ കൊടുക്കുന്ന റെൻറ്റ് നമ്മൾ ചെയ്യുന്ന സേവനം മാത്രമാണ്. ആ സേവനം ഈ ഭൂമിയെ നാളെയുള്ളവർക്കും ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമാറ് ഈ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ നാം സംരക്ഷിക്കുകയും അതിനെ പരിപാലിക്കുകയും നാളേക്കായി അതിനെ കരുതുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ പുഴകളായാലും തോടുകളായാലും വന്യജീവികളായാലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ എൻവയൺമെൻറ്റ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോസിസ്റ്റം എന്നോ എന്തൊക്കെ വേണമെങ്കിലും പറയാം, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ആവാസ വ്യവസ്ഥിതി എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ചുറ്റുമുള്ള നമ്മുടെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഭൂമിയെ ഒരു തരത്തിലും നശിപ്പിക്കരുത് എന്ന് മാത്രമല്ല, നമ്മൾ ആ ഭൂമിയെ നാളേക്കായി കരുതണം. ഇന്ന് തിന്ന് കുടിച്ച് ജീവിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ വി ഡൈ. ഇതായിരുന്നു എപ്പിക്യൂരിയൻ. ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച്, നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മുടെ സ്ഥലങ്ങളെക്കുറിച്ച് മുൻകാലങ്ങളിൽ ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പം അവർ കരുതിയത് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മളിനി കരുതുന്നത് കൊണ്ടാണ് നാളേക്കുള്ള തലമുറകൾ ഇവിടെ കഴിയാനുള്ളത്. നമ്മൾ കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല ഈ ലോകം. നാളേക്ക് തലമുറകൾ ഇനിയും ഇവിടെ വസിക്കാനുള്ളതാണ്. അവർക്ക് വേണ്ടി നമുക്ക് കരുതാൻ ഈ ഭൂമിയെ നമ്മുടെ കയ്യിൽ കിട്ടിയതിനേക്കാളും ഒന്നും കൊണ്ട് മെച്ചമായിട്ട് നമ്മുടെ ഭൂമിയെ, നമ്മുടെ ആവാസ വ്യവസ്ഥിതിയെ പരിരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ കയ്യിലുള്ള ഭൂമി മാത്രമല്ല, നമ്മുടെ കൺമുമ്പിൽ വരുന്ന ഭൂമിയെയും, അത് റോഡാവാം, തോടാവാം, പുഴയാവാം, കായലാവാം, കുളമാവാം, എന്തിനേയും നമ്മൾ സംരക്ഷിക്കണം. കാരണം അതെല്ലാം പാറയാവാം. ഇത് പരിസ്ഥിതിയുടെ ഭാഗമാണ്. കാരണം പരിസ്ഥിതിക്ക് ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥ നമ്മൾ മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മാറ്റവും അതുപോലെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ സംഭവിക്കുന്നത്. കാരണം പരിസ്ഥിതി അതിൽ തന്നെ സന്തുലിതമാണ്. കുന്നും പുഴയും തോടും പാറയും മണലും മണ്ണും മരങ്ങളും വന്യജീവികളും എല്ലാം കൂടെ മനുഷ്യരും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ഇക്കോസിസ്റ്റം. ആ സന്തുലിതാവസ്ഥയിൽ എവിടെയെങ്കിലും മനുഷ്യന് മാത്രം ആർത്തിയോടെ അവ നശിപ്പിക്കുന്നുള്ളൂ. വേറെ ഒരു വന്യജീവികളും അത് ആർത്തിയോടെ നശിപ്പിക്കുന്നില്ല. മനുഷ്യൻ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. ആർത്തി കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട്
മനുഷ്യൻ്റെ ഗാന്ധിജി പറഞ്ഞ മാതിരി ആവശ്യത്തിനുള്ളത് ദൈവം തന്നിട്ടുണ്ട്, ആർത്തിക്കുള്ളത് ഒരിക്കലും ദൈവത്തിന് തരാൻ സാധിക്കുകയില്ല, ചെയ്യുകയുമില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവരൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് കരുതിയും നാളേക്കുള്ള ആവശ്യങ്ങൾ കരുതിയും ഈ ആവാസ വ്യവസ്ഥയെ പരിരക്ഷിക്കാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഒരു നല്ല മനുഷ്യനും ഒരു ഉത്തമനായ പൗരനുമായി മാറുമ്പോൾ നമ്മുടെ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരും. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യൂ.